നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ പറയുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം. ഈ ഒരു വർഷം നമുക്ക് വ്യാഴം മാറുന്നുണ്ട്. അത് മെയ് 1-ാം തീയതിയാണ് നമുക്ക് വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പോൾ വിഷു കഴിഞ്ഞ് 14-ാം തീയതിക്ക് ശേഷം നമുക്ക് ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷം മെയ് 1-നാണ് വ്യാഴം മാറ്റുന്നത്. അപ്പോൾ വർഷത്തിലൊരിക്കലാണ് വ്യാഴം മാറ്റം വരിക. അപ്പം അങ്ങനെ ഒരു വർഷക്കാലം നമുക്ക് വ്യാഴം മേടത്തിൽ സഞ്ചരിച്ച് കഴിഞ്ഞു. അത് ഇടവ മാസത്തിലേക്ക് മെയ് 1-നാണ് വരുന്നത്. അപ്പം അങ്ങനെ വ്യാഴത്തിന് മാറ്റം വരുമ്പോൾ ഈ 12 രാശിക്കാരിലും മാറ്റങ്ങൾ വരുന്നതാണ്. പിന്നെ ഇതിൽ ഗോചരാവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ഈ 12 രാശിയുടെ വ്യാഴത്തിൻ്റെ മാറ്റം പറയുമ്പോൾ ഇതിൽ നിങ്ങളുടെ ജാതകത്തിൽ ഏറ്റവും നല്ല രാശിയിലാണ് കർക്കിടകത്തിലൊക്കെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുകയും അവിടെ വർഗോത്തമൊക്കെ ചെയ്ത് നിൽക്കുന്ന ജാതകക്കാരാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മുടെ വ്യാഴത്തിലുള്ള ദശകൾ, അന്തർദശകൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അത് ജാതകത്തിലാണ്. ഇത് ഗോചരാവസ്ഥയാണ് പറയുന്നത്. ഒരു വർഷം കഴിഞ്ഞു വ്യാഴത്തിന് മാറ്റം വരികയാണ്. അപ്പോൾ ആ വ്യാഴമാറ്റം നമ്മളുടെ ഈ രാശിയിലുള്ളവർക്ക്, അതായത് ഈ 12 രാശിയിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പം മേടൻ രാശിയെ അശ്വതി, ഭരണി, കാർത്തികയുടെ കാല്, ഇവരെ സംബന്ധിച്ച് ഇവർക്ക് 2-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ 2-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും നല്ലതാണ്. നിധി, കോശം, ധനം, വാക്ക്. അത് 2-ാം ഭാവത്തിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലുമാണ്. അപ്പോൾ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം വരിക. വ്യാഴം എന്ന് പറഞ്ഞാൽ തന്നെ ഗുരുനാഥനാണ്, നമ്മുടെ ദേവന്മാരുടെ ഗുരുവാണ് വ്യാഴം. അപ്പോൾ ആ വ്യാഴമാണ് നമുക്കൊരു വർഷം കഴിഞ്ഞ് അങ്ങോട്ട് ഇടവത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഇടവത്തിൻ്റെ രാശിനാഥനായിരുന്നു ശുക്രനാണ്. ശുക്രനാണെങ്കിൽ അസുരന്മാരുടെ ഗുരുവാണ്. അപ്പോൾ 2 ഗുരുസ്ഥാനം വഹിച്ച് നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പോൾ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഗുരുസ്ഥാനമാണ്. അവർക്ക് ഏറ്റവും നല്ലൊരു ഗുരുനാഥനെ കാണാനും അവരുടെ ആചാര്യഭാവത്തിൽ നിന്ന് അവരോട് സംസാരിക്കാനും ഒരു നമുക്ക് ആത്മീയപരമായിട്ടുള്ള പുതിയ അറിവുകൾ കിട്ടാനും ഒക്കെ പറ്റുന്ന ഒരു വർഷമാണ് നമ്മുടെ ഈ മാറ്റം. അപ്പോൾ ഈ പുതിയ ആചാര്യന്മാരെ കിട്ടുമ്പോൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പുതിയ മേഖലകൾ കണ്ടെത്താൻ പറ്റും. ആത്മീയമായിട്ട് ഇപ്പോൾ ചിലവർ കുറേ ജപിക്കുന്നുണ്ട്, പക്ഷെ എവിടെ എത്തുന്നില്ല, ഒരു നല്ല ഗുരുനാഥനെ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മേടൻ രാശിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു നല്ല സമയമാണ്. മുന്നിലേക്ക് വരെ ഏതെങ്കിലും ഒരു ഗുരുനാഥന്മാർ നല്ലൊരു ആചാര്യസ്ഥാനത്തുള്ളവർ വരികയും അവർക്ക് അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങൾ പഠിക്കാനും പുതിയ മേഖലയിൽ കണ്ടെത്താനും സാധിക്കുന്ന ഒരു സമയമാണ് ആചാര്യസ്ഥാനം നോക്കുമ്പോൾ. പിന്നെ അതേപോലെ സാമ്പത്തിക വിഷയങ്ങളാണെങ്കിൽ 2-ാം ഭാവത്തിലാണ്. അപ്പോൾ ഇത്ര നാൾ നമ്മുടെ ലഗ്നത്തിനോട് കൂടി നിൽക്കുന്ന വ്യാഴം 2-ലേക്ക് വരുമ്പോൾ നമുക്ക് ധനപരമായിട്ട് ഇങ്ങനെ ബ്ലോക്കായി കിടക്കുന്ന ഭാവങ്ങളിലൊക്കെ ഒരു മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട്. ഈ 2-ാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുക്കൽ വാങ്ങൽ അതൊക്കെ ഉണ്ടല്ലോ, അതിൽ പെട്ട് കിടക്കുന്നവരോ പിന്നെ ഭൂമിയായിട്ട് കുറേ പകുതി ഇടയിൽ പൈസ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നവർക്കൊക്കെ ഒരു മാറ്റം വരാനായിട്ട് ഈ ഒരു വർഷം നമുക്ക് സാധിക്കും. കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ അവരിപ്പോൾ പൈസ ഇട്ടു, ഇതുവരെ ഒന്നും ഒരു അനക്കവും ഇല്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവം കൊണ്ടും നമുക്കൊരു മാറ്റം വരാനായിട്ട് ഈ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ മേടൻ രാശിക്കാർക്ക് അവരെ കർമ്മം, അത് വ്യാഴം വരുമ്പോൾ തന്നെ നമുക്ക് കർമ്മത്തിൽ ശ്രദ്ധിക്കാനും, അതായത് അവിടെ പോയിട്ട് ആ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാനും അവിടേക്ക് എത്താനൊക്കെ നമുക്ക് തോന്നും. അതാണ് ഈ വ്യാഴം ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് വ്യാഴമാറ്റം ഏറ്റവും നല്ലൊരു സമയം തന്നെയാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾ കർമ്മത്തിലേക്ക്, നിങ്ങളുടെ ലാഭസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് ശനീശ്വരനെയൊക്കെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ ലാഭത്തിലെത്തിക്കാനും, കുടുംബത്തിലെ സ്ത്രീകൾക്കാണെങ്കിൽ പുതിയൊരു വീട് വെക്കുക എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നടക്കാനൊക്കെ പറ്റുന്ന ഒരു സമയമാണിത്. അപ്പോൾ മേടൻ രാശിക്കാർ നന്നായിട്ട് ദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു വീട് വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി വ്യാഴം നല്ലൊരു ശോഭന ഫലം തരുന്നതാണ്. ഇടവൻ രാശിക്കാരത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ 1/4 ഭാഗവും രോഹിണിയും മകേരത്തിലരയും ഇവരാണ് ഈ 3 നക്ഷത്രങ്ങളാണ് ഈ ഇടവൻ രാശിയിലുള്ളത്. അപ്പോൾ ആ രാശിയിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പോൾ അവിടെ ലഗ്നത്തിൽ തന്നെ വ്യാഴം നിൽക്കുന്നത് നമുക്കൊരു നല്ലതാണ്. ഇപ്പോഴും ഒരു പവറാണ് അത്, ലഗ്നത്തിൽ തന്നെ വ്യാഴം. അപ്പോൾ നമ്മൾ ജാതകമൊക്കെ എഴുതുമ്പോൾ ലഗ്നത്തിൽ
ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് നല്ലതല്ലെങ്കിലും ഈ ഒരു വർഷം ഇവർക്ക് അത്ര ദോഷമൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ആ ലഗ്നാധിപന ആ വ്യാഴത്തിന് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ബിസിനസ് അതൊക്കെ ഒരു ഭയങ്കര ചിന്തയുണ്ടായിരിക്കും നമുക്ക്. പുതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രനാണ്. ശുക്രൻ എപ്പോഴും മോഹങ്ങളെ കൊടുക്കും. അപ്പോൾ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതിലേക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പോയി ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശുക്രൻ നമുക്ക് ഇങ്ങനെ പൊന്താനുള്ള മോട്ടിവേഷൻ കൊടുക്കും. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ കുട്ടികളാണെങ്കിൽ വിദേശത്ത് പോയാൽ കുറേ അധികം ധനം വരും, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ ജോലി കിട്ടും എന്ന് വെച്ചിട്ട് പഠന വിഷയങ്ങൾക്കൊക്കെ പോകുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ വളരെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യാഴത്തിന് പറ്റും. ഈ വ്യാഴമാറ്റം നമുക്ക് നല്ല അനുഗ്രഹം തരും ചെയ്യും. അതേപോലെ കർമ്മം നമുക്ക് നന്നായി ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ശനീശ്വരൻ കർമ്മത്തിലുണ്ട്. നിങ്ങൾ എപ്പോഴും ദേവീക്ഷേത്ര ശിവൻ്റെ അമ്പലത്തിൽ പോവുക, ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യാഴം നമുക്ക് നല്ല അനുഗ്രഹങ്ങൾ തരാനും ആചാര്യസ്ഥാനത്ത് നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടത്തി തരാനായിട്ട് സാധിക്കുന്നതാണ്. മിഥുനൻ രാശി. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. അപ്പോൾ ഇവിടെ ആ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെ മോക്ഷസ്ഥാനാണ്. വ്യാഴത്തിന് 12ാം ഭാവം മോക്ഷസ്ഥാനാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ നമുക്ക് മോശമൊന്നുമല്ലല്ലോ. പക്ഷേ ബിസിനസ്സിലൊക്കെ കുറച്ച് ദോഷങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ നിർത്താം, മതി, ഇങ്ങനെയാണ്, അത് ഒന്നും ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെയൊക്കെ ആ മനസ്സിന് അങ്ങോട്ട് ആകെ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വ്യാഴം 12ലാണെന്ന് മനസ്സിലാക്കി നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് നേരം ഇരിക്കുക. ഭജന ഇരിക്കല, കുറച്ച് നേരം മനസ്സിനെ റിലാക്സ് ചെയ്ത് ഇരിക്കുക. പിന്നെ ഒരു പിടിപ്പണം വയ്ക്കുക. എന്നിട്ട് പിന്നെ കർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എപ്പോഴും 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ശനീശ്വരനുണ്ട്. അപ്പോൾ ആ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു തോന്നലുകൾ മാറും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവുന്നില്ല, ഇതൊക്കെ നിർത്തുകയാണ് നല്ലത്, അങ്ങനെയുള്ള തോന്നലുകൾ മാറ്റിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ആ ജാതകത്തിൽ വ്യാഴം എവിടെയാണെന്നും കൂടി പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വ്യാഴം നല്ലൊരു സ്ഥാനത്താണെങ്കിൽ നമ്മൾ പറയുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ദോഷങ്ങളൊന്നും വരില്ല. എന്നാലും സാമ്പത്തികമായിട്ട് ഇത്തിരി തളർച്ച വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ മിഥുനൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ വ്യാഴത്തിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക, ശിവൻ്റെ അമ്പലത്തിൽ പോവുക. ഇത് രണ്ടുമാണ് ഈ മിഥുനൻ രാശിക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി കർക്കിടക രാശി. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത് വ്യാഴം 11ലാണ്. വ്യാഴം 11 എപ്പോഴും നല്ലതാണ്. അപ്പോൾ പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് ഇവിടെ കർക്കിടക രാശിയിൽ നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് വ്യാഴം 11ലേക്ക് 12 വർഷത്തിലൊരിക്കൽ വന്ന ഏറ്റവും ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. 11ാം ഭാവം എന്ന് പറഞ്ഞാൽ ആചാര്യഭാവം കൂടിയാണ്. അപ്പോൾ ഒരു നല്ല ആചാര്യനെ കണ്ടെത്താനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റുന്ന ഒരു സമയമാണ്. അപ്പം അതൊക്കെ പഠിച്ചെടുക്കണം. നമുക്കൊരു ഈ ഒരു വർഷം നമുക്കൊരു പുതിയ ആചാര്യനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണോ പഠിക്കേണ്ടത് അത് പഠിക്കാനായിട്ട് പറ്റും. അതിൽ വയസ്സ്, പ്രായം ഒന്നുമില്ല. അതിൽ എന്ത് പഠിക്കാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. ഇതുപോലെ ഇനിയൊരു സമയം നമുക്ക് ഇനിയൊരു 12 വർഷത്തിന് ശേഷമാണ് കിട്ടുക. അപ്പോൾ ആ 11 എന്നുള്ള ഭാവത്തെ നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശനീശ്വരൻ അഷ്ടമത്തിലാണെങ്കിലും വ്യാഴമാണ് സർവ്വ ഈശ്വര കാരകത്വം ഉള്ളത്. അപ്പോൾ വ്യാഴത്തിനെ നന്നായി ഭജിച്ചു കഴിഞ്ഞാൽ ഈ ശനിയിൽ നിന്നും വരുന്ന ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ മാറ്റാനും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ഗ്രഹനില നോക്കുക. പിന്നെ ഈ കുട്ടികൾക്കാണെങ്കിൽ ഉയർന്ന പ്രൊമോഷനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിട്ടാനും ഗവൺമെൻറ് തലത്തിൽ നമുക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും എന്താ പറയുക, അവരുടെ മേലധികാരികളിൽ നിന്ന് തന്നെ നമുക്ക് ലാഭസ്ഥാനത്തേക്ക് കാര്യങ്ങൾ വയ്ക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ കർക്കിടക രാശിക്കാർ ഈ ഒരു വർഷം വളരെ നല്ല സമയമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് കർമ്മത്തെ ചെയ്യണം. കർമ്മം ചെയ്താലാണ് നമ്മൾ പറയുന്ന ഈ ലാഭസ്ഥാനത്തേക്കൊക്കെ വരാനൊക്കെ സാധിക്കുക. നിങ്ങളുടെ ഗ്രഹങ്ങളിലും കൂടി നിങ്ങളൊന്ന് നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലതായിട്ട് വ്യാഴം തരുന്നതാണ്. ഇനി ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം വന്നിരിക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ
കർമ്മസ്ഥാനാണ്. ഇപ്പം നമ്മൾ ഗോചരാവസ്ഥയിൽ പറയും 10ലൊക്കെ ജാതകത്തിലാണെങ്കിലും 10 വ്യാഴം നിൽക്കുമ്പോൾ അത്ര നല്ല ഫലമല്ല. 10ലാണ് കർമ്മമാണ്, കർമ്മത്തിൽ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണമിടപാടുകളിൽ ലോസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ ശുക്രൻ്റെ ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ ശുക്രനാണെങ്കിൽ നമുക്ക് ഇപ്പോഴും മോഹങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ സംരംഭങ്ങളോ ഇന്നതല്ല ഇത്, ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലിയല്ല നല്ലത്, ഇപ്പോൾ വേറൊരു ജോലിനെ കണ്ട അത് നല്ലത്, അങ്ങനെ ഇങ്ങനെ ചാടാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പം അങ്ങനെയൊന്നും പോവാതെ ഉള്ള ജോലിയെ കറക്റ്റ് ചെയ്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം ശ്രദ്ധിക്കണം. അത് മാത്രമാണ് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ പുതിയ പുതിയത് വരും. അപ്പോൾ അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിവിടെ ശനിയാണ്, ശനി ഇവിടെ രാഹു അഷ്ടമത്തിലുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചാടാനായിട്ട്. നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ദേവീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്രത്തിൽ പോവുക, അതേപോലെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക. നമുക്കൊരു പുതിയ ഓഫർ വരുമ്പോൾ നമ്മൾക്ക് ഇരുന്ന് ചിന്തിച്ച് 1-2 ആൾക്കാരോട് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും പുതിയ സ്ഥലത്തേക്ക് പോകാനോ പുതിയൊരു ജോബ് മാറ്റം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ചിങ്ങൻ രാശിക്കാർ. അപ്പോൾ ആ വ്യാഴത്തിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. അതാണ് ചിങ്ങൻ രാശിക്കാർക്കുള്ളത്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ 9ാം ഭാവത്തിലേക്ക് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാവമാണ്. അവിടെ ഭാഗ്യഭാവത്തിലാണ് വ്യാഴം വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്കൊക്കെ ഇത് ഏറ്റവും നല്ലൊരു ഭാഗ്യഭാവമാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ആ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, ഒരു നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളായാലും പൂർവികമായ തറവാട് വീട് മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഭാഗ്യഭാവമാണ് ഈ കന്നിരാശിക്കാർക്ക് വരുന്നത്. അപ്പോൾ കന്നിരാശിക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയമുണ്ട്. അവർ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, കുടുംബക്ഷേത്രത്തിലെ പരദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പിന്നെ തട്ടകത്ത ദേവിയെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ലൊരു ഭാവത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി തുലാരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് ദോഷങ്ങളെ ചെയ്യും. ടെൻഷൻ വരും, ഹൃദയ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ വരും. പിന്നെ സാമ്പത്തിക വിഷയങ്ങളാണെങ്കിൽ 2ലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൺ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നീക്കിയിരിപ്പില്ലെങ്കിലും കാര്യങ്ങൾ നടന്നോളും. അങ്ങനെ ഒരു ഭാവം കൂടി ഈ അഷ്ടമത്തിൽ വ്യാഴനെ കൊണ്ടുണ്ട്. പക്ഷെ ശാരീരികമായ അസ്വസ്ഥതകൾ ധാരാളം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ വ്യാഴം 2ലേക്ക് ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് നമുക്കത് ഭൂമി സംബന്ധമായ ഇടപാടുകാർക്കൊക്കെ ഇത്തിരി കൂടി നല്ലൊരു വെച്ചിട്ടുണ്ടെങ്കിൽ ടോക്കൺ മണി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വ്യാഴം നല്ലതാണ്. പക്ഷെ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം. എന്ന് വെച്ചാൽ നാളെ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ല, അത് കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ റൺ ചെയ്ത് പോകാനായിട്ട് തുലാരാശിക്കാർക്ക് സാധിക്കും. എന്നാലും വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യണം. രോഗത്തെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗമാണ് ഇവിടുത്തെ വിഷയമായിട്ട് വരിക. പിന്നെ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് ധാര കൊടുക്കുക. കരിക്ക് കൊണ്ടുള്ള ധാര എല്ലാ മാസത്തിലും ഒരിക്കൽ കൊടുക്കുക. ഏറ്റവും അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോയി കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കുക, മനസ്സൊക്കെ റിലാക്സ് ചെയ്തിട്ട് ജപിക്കുക. പഞ്ചാക്ഷര മന്ത്രമൊക്കെ നന്നായിട്ട് ജപിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ അഷ്ടമത്തിലെ വ്യാഴന് മാറ്റങ്ങൾ വരും. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ഇതാണ് തുലാരാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ 7 എന്ന് പറഞ്ഞ നിവർത്തി സ്ഥാനത്തേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം, നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് പറയുന്ന ഭാവമാണ് നിവർത്തി സ്ഥാനം. എന്തൊരു കാര്യത്തിനും. അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഭർത്താവിലൂടെയും ഭർത്താവിന് ഭാര്യയിലൂടെ പങ്കാളികളുടെ പങ്കാളിത്തം ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അങ്ങനെ 2 പേരും കൂടി ഒന്നിച്ച് ഒരേപോലെ ഒരു മനസ്സോടുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം, അതായത് പുതിയൊരു വീട് വയ്ക്കാനോ ഭൂമി മേടിക്കാനും വാഹനങ്ങൾ മേടിക്കാനൊക്കെ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ ഈ അനിഴം തൃക്കേട്ട വിശാഖത്തിൻ്റെ കാല് ഈ ഭാവക്കാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭാഗ്യഭാവങ്ങൾ വരുന്നത്. അപ്പോൾ അവർ കുട്ടികളാണെങ്കിലും
വിദേശത്തേക്ക് ഒരു ടൂർ പോവുക, അങ്ങനെയൊക്കെ നടക്കും കേട്ടോ. ഏറ്റവും നല്ല ഭാവങ്ങളിലേക്ക് ഈ വ്യാഴം നിൽക്കുമ്പോൾ പിന്നെ എല്ലാവരുടെ മുമ്പിലും നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുക, അല്ല അധികാര പദവി കിട്ടുക, ഇതൊക്കെ ചെയ്യുന്നൊരു സമയമാണ് നമുക്ക് ഈ വൃശ്ചിക രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് നമുക്ക് 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ 6-ലെ വ്യാഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ദുരിതങ്ങളെ ഉണ്ടാക്കും. പിന്നെ ബാങ്കിങ് സെക്ടർ ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലൂടെ കുറേ ടെൻഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 3-ലെ ശനീശ്വരനെ നന്നായിട്ട് പിടിക്കണം. 3-ലെ ശനി നമുക്ക് ആത്മബലം കിട്ടണം. മനോബലത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വ്യാഴത്തിനെയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വാക്ക്, വളരെ ദേഷ്യം വരും നമുക്ക്. സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളും പരാധീനതകളും വരുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ആ ദേഷ്യഭാവത്തിൽ നിന്ന് ഒതുക്കിയിട്ട് ഇവിടെ ആ ശനീശ്വരൻ അഹംഭാവത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെന്ന ഭാവത്തെയൊക്കെ ഒന്ന് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരിക്കുക. ഈ അഷ്ടാക്ഷര മന്ത്രം ജപിക്കുക, അതായത് ഓം നമോ നാരായണ എന്നുള്ളത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ശിവനെ നന്നായിട്ട് ഭജിക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധനുരാശിക്കാർക്ക് വ്യാഴം നല്ല ഒരു ഫലം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ബിസിനസ് മേഖലയിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്കാണെങ്കിലും വിദേശത്തൊക്കെ പോകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് പൈസ ഇട്ടിട്ട് നിങ്ങൾ പോവാതെ അത് ശ്രദ്ധയോടുകൂടി നോക്കി 1-2 പേരാളോട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇനി മകരം രാശിക്കാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ ഉത്രാടത്തിൻ്റെ 3/4 തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും. അപ്പോൾ ഈ 5-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് അവർക്ക് ഈശ്വര സാന്നിധ്യഭാവമാണ്, ഈശ്വരൻ്റെ സാന്നിധ്യഭാവം. അപ്പോൾ ദേവതകളെ ഉപാസനാമൂർത്തികളെയൊക്കെ വിളിപ്പുറത്ത് വരുന്ന സമയം. അപ്പം നമ്മുടെ ഉപാസനാമൂർത്തികളെ നന്നായിട്ട് പ്രോഷിപ്പിച്ചെടുക്കാൻ പറ്റുന്നൊരു സമയം കൂടിയാണ് ഈ വ്യാഴം 5-ൽ വന്നപ്പോൾ. അതിനെ ശ്രമിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്ത് കാര്യത്തിനും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ ബിസിനസ് കാര്യം നടക്കാനും ഒരു സ്വർണം, ഒരു ഗോൾഡ് എടുക്കാനായിട്ട് സ്ത്രീകൾ പോയിട്ട് വരികയാണെങ്കിൽ അത് ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതെന്ന് വെച്ചാൽ 5-ലാണ് നിൽക്കുന്നത്, സാന്നിധ്യ ഭാവമാണ്. അപ്പം നമ്മൾ വിളിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ എത്തുന്ന പറയാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുക. 2-ലെ ശനിയുണ്ട്, ആ ശനിയെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരുത്തണം. എന്നാലാണല്ലോ നമുക്ക് ആ കിട്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബിസിനസ്സിനായാലും എന്തിനു പോവുകയാണെങ്കിലും ആ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക. നമ്മൾ ഉപാസിക്കുന്ന ദേവതയ്ക്ക് ഒരു ചെറിയ നേദ്യമൊക്കെ കൊടുത്ത, നേദ്യം എന്ന് വെച്ചാൽ നമ്മളൊരു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മകരം രാശിക്കാർക്ക് ഈ ഒരു വർഷം നല്ല ഫലം ചേരുന്നതാണ്. ഇനി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് അവിട്ടവും ചതയവും പൂരോരുട്ടാതിയുടെ കുറച്ച് ഭാഗവും കൂടിയതാണ്, 3/4 ഭാഗവും കൂടിയതാണ് കുംഭൻ രാശി. ഇവരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ വരവ്. അപ്പോൾ ആ 4-ലെന്ന് പറഞ്ഞാൽ 4 എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബമാണ് വരുന്നത്, തറവാട്, കുടുംബം അങ്ങനെയുള്ളത്. അപ്പോൾ ഈ ഭാവത്തിലിപ്പോൾ തറവാട് വീട് വിൽക്കുകയും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രാശിയിൽ പെടുന്നത് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വാങ്ങാനുള്ളൊരു സാധ്യതയുള്ളൊരു സമയമാണ്. പിന്നെ അതേപോലെ തന്നെ അവർ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോഹങ്ങളാണല്ലോ നമുക്കിപ്പോൾ എൻ്റെ തറവാട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങണം എന്നൊക്കെയുള്ള ഒരു മോഹങ്ങളുള്ളവർക്ക് ഈ ഒരു സമയം നമുക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. അതുപോലെ കുടുംബക്ഷേത്രം നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുതുക്കി പണിയാനോ കുടുംബകാരണന്മാരെ, അതായത് അവിടുത്തെ മടവതികളെയൊക്കെ നന്നായിട്ട് പരിപോഷിപ്പിക്കാനൊക്കെ പറ്റുന്നൊരു സമയമാണ്. ലഗ്നത്തിൽ തന്നെ ശനിയുണ്ട്, ആ ശനി ഇതിനൊക്കെ പോഷിപ്പിക്കും, നമുക്ക് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ശനീശ്വരൻ നമുക്ക് നല്ലൊരു വഴി കാട്ടിത്തരും. ഈ വ്യാഴം ഈ ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നല്ല വഴിയും കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. അപ്പോൾ അത് ഈ കുംഭൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിച്ച് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. ബിസിനസ്സുകാരാണെങ്കിൽ എന്തിനായാലും നമ്മുടെ പരദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കുംഭൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഒരു നല്ല 7.5 ശനിയാണെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി മീനൻ രാശി എന്ന് പറഞ്ഞാൽ പൂരോരുട്ടാതിയുടെ കാൽഭാഗവും പിന്നെ ഉത്രട്ടാതി രേവതിയും. അപ്പോൾ ഈ മീനൻ രാശിക്കാർക്ക് 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ മനസ്സ് ആലില പോലെയാണെന്ന് പറയാം. എപ്പോഴും വിറയ്ക്കുക, എപ്പോഴും ഒരു പേടി വരിക മനസ്സിൻ്റെ ഉള്ളിൽ.
നമുക്കറിയാം അത് കറക്റ്റ് ആവും എന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സിൽ അതൊരു പേടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അത് ഒന്ന് മാറ്റിയെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഏഴരശനിയാണ്, ഇപ്പോൾ നമ്മൾ എന്ത് തൊട്ടാലും ദോഷത്തിലേക്കാണല്ലോ പോകുന്നത് എന്നൊരു തോന്നലുണ്ടായിരിക്കും നമുക്ക്. അപ്പം അതൊക്കെ മാറ്റാൻ നമുക്ക് ഈ വ്യാഴനെ എപ്പോഴും പ്രാർത്ഥിക്കണം. അഷ്ടാക്ഷര മന്ത്രം നന്നായിട്ട് ജപിക്കുക. ഏറ്റവും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, ഇത്തിരി നേരം സ്വസ്ഥമായിട്ടിരിക്കുക. ഓ നമോ നാരായണ എന്നുള്ള മന്ത്രം നന്നായിട്ട് ജപിക്കുക. പിന്നെ ശനി ഏഴരശനിയാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും അടുത്തുള്ള ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പ്രാർത്ഥിക്കുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, രുദ്രാഭിഷേകം കൊടുക്കുക. അതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു മനോബലം അവിടെ വർദ്ധിക്കും. അപ്പം നമുക്ക് നമ്മളെ മുന്നിലേക്ക് പോകാനുള്ളൊരു വഴി ഇവിടെ നമുക്ക് ഭഗവാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് ഏത് ഉപാസനാമൂർത്തിയാണോ അല്ലെങ്കിൽ ഏത് ഭഗവാനെയാണോ നിങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത്, ആളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മുന്നിലേക്ക് പോകുന്ന വഴി മനസ്സിന് ടെൻഷനില്ലാതെ, അതായത് പേടി കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ആ പേടിപ്പിക്കുകയാണ് വ്യാഴം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ പേടീനൊക്കെ കളഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെ വേണം ഈ ഒരു വർഷം. എന്നാലാണ് നമ്മുടെ ഏഴരശനിയും ഈ 3-ലെ വ്യാഴമൊക്കെ കൂടി കണക്റ്റഡ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കുന്നത് ഉത്തമമാണ് കേട്ടോ. ഇതൊക്കെ നമ്മളൊരു ഗോചരത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഗ്രഹനില നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ആ ഗ്രഹനിലയിൽ നിങ്ങളുടെ വ്യാഴം ദശകൾ, അന്തർദശകൾ എന്താണെന്നൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറയാറ്. അല്ലെങ്കിൽ ചിലർ വിളിക്കുമ്പോൾ പറയും ഇപ്പോൾ എൻ്റെ ജാതകത്തിൽ ഇങ്ങനെയാണല്ലോ, അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ വരാറ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജാതകം പരിശോധിക്കണം. എന്നിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് തീരുമാനങ്ങൾ എടുക്കണം. ഇതൊരു ഗോചരത്തിൽ ഒരു വർഷത്തിലെ ഒരു വ്യാഴം മാറിയപ്പോൾ ഉണ്ടാവുന്ന ഫലങ്ങളാണ് ഞാൻ ഈ രാശിയിലൊക്കെ പറഞ്ഞിരിക്കുന്നത്.